ഹലോ, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. നമ്മൾ സാധാരണ വയ്ക്കുന്നതിന് വ്യത്യസ്തമായി നല്ല ടേസ്റ്റിയായ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു 10-12 പിഞ്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. മൂത്ത് പോകാത്ത വെണ്ടയ്ക്ക നോക്കി എടുക്കണം കേട്ടോ. അപ്പം ഇത് നല്ലതുപോലെ ഇതിന് രണ്ടറ്റവും കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നല്ലതുപോലെ കഴുകി വെള്ളമില്ലാതെ നമ്മളൊന്ന് തോർത്തിയെടുത്ത ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഒരു കടായി അടുപ്പിലോട്ട് വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം അതിലേക്ക് തേങ്ങാക്കൊത്താട്ടം ഇട്ട് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി വന്ന ശേഷം ഒരുപാട് വഴണ്ട് വരണ്ട, എന്നാൽ ചെറുതായിട്ടൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി അതും കൂടെ ഇട്ട ശേഷം എരി അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയേ. കശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പച്ചമുളക് ഇട്ടത് കൊണ്ട് കശ്മീരി മുളക് പൊടി മതിയേ. അതിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ആ പച്ചക്കുത്ത് മാറുക ഇളക്കി കൊടുക്കാം. ഒരു തണ്ട് കരിയാപ്പില ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ വെണ്ടയ്ക്ക വട്ടത്തിൽ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തേക്കാണ്. അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കണ്ട. ഇനി അടച്ച് വെച്ച് നമുക്കിത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പ് നമുക്ക് പിന്നീടൊന്ന് വെന്ത ശേഷം ഇട്ട് കൊടുത്താൽ മതി. അപ്പം വെള്ളമായി ഒന്നുമില്ല, നമുക്ക് തോർത്തിയെടുക്കാം. അപ്പോൾ നല്ലത് ഇതിന് ആ വഴുവഴുപ്പൊന്നും കാണത്തില്ല കേട്ടോ നമ്മളിങ്ങനെ അരിഞ്ഞെടുത്ത് വഴറ്റുമ്പോൾ. അതുപോലെ ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത് ഒരു 1/2 സ്പൂണ് ഉണക്കമുളക് ചതച്ചതാണ്, അതും ഇട്ട് കൊടുത്ത്. പിന്നെ ഇപ്പോഴാട്ടോ ഉപ്പിട്ട് കൊടുത്തത്. ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് വീണ്ടും നല്ലതുപോലെ വഴറ്റി തോർത്തിയെടുക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെച്ച് ഉണ്ടാക്കി കഴിച്ചാൽ. അപ്പം നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്, എങ്കിലും ശകലം നേരം കൂടെ ഇരിക്കട്ടെ. അപ്പം ഏകദേശം നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഒരു ശകലം മല്ലിയിലയാട്ടോ. സാധാരണ നമ്മൾ മെഴുക്കുവരട്ടിക്ക് മല്ലിയില ഇട്ട് കൊടുക്കാറില്ല, പക്ഷേ ഇപ്പം ഒരു പിടി മല്ലിയില ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മറക്കല്ലേ. ഓക്കെ, ബൈ, താങ്ക് യു.